ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് ഇതുപോലെ ഈ ഒരു സ്പാനറിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൂൾ വെച്ച് ഇതിൻ്റെ പുറത്തോട്ട് അടിക്കുന്നത്. അതായത് നെഗറ്റീവ് ടെർമിനലാണല്ലോ പോസിറ്റീവ് ടെർമിനലാണ്. വാഹനത്തിൻ്റെ ബാറ്ററി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം തന്നെ വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കാൻ ശ്രമിക്കരുത്. ഞാൻ ഉദ്ദേശിക്കുന്ന ഉടനെ ഒന്ന് ആക്സിലേറ്ററോ കാര്യങ്ങളൊന്നും കൊടുക്കരുത്. അതിൻ്റെ രീതിയും കൂടി ഞാനൊന്ന് പറഞ്ഞുതരാം. നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. അപ്പം ഇന്ന് നമ്മളിപ്പോൾ ഒരു ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി വന്നത്. അതായത് വളരെ ഒരു എളുപ്പത്തിലുള്ളൊരു കാര്യം, പക്ഷേ പലർക്കും പ്രശ്നങ്ങൾ വരുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററിയെക്കുറിച്ച് ഞാൻ കുറേയേറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ബാറ്ററിയുടെ സെല്ലിനെക്കുറിച്ചും ബാറ്ററിക്ക് ചാർജ് പോകാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ചും, പിന്നെ ബാറ്ററിയുടെ സെല്ലിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ കാണിക്കുന്നതിനുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൂടെ അതിൻ്റെ വീഡിയോസിൻ്റെ ലിങ്കും കൂടെ ഇട്ടോളാം. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് മാക്സിമം സപ്പോർട്ടും കൂടെ ചെയ്തോണം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ബാറ്ററി നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. അതായത് കഴിഞ്ഞ ദിവസം കൂടെ ഞാനൊരു കസ്റ്റമറെ പരിചയപ്പെട്ടായിരുന്നു. പുള്ളി എന്നോട് പറഞ്ഞത് ബാറ്ററി അവർ വെച്ച് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് മാറിക്കൊടുത്തത്. അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പലരും അത് മനസ്സിലാക്കുന്നില്ല. അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഇന്നൊന്ന് പറഞ്ഞു തന്നേക്കാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Experts. ഓക്കെ, അപ്പം നമുക്കിന്നിപ്പോൾ തുടങ്ങാം. അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ നോർമലി ഒരു 6 സെല്ല് വരുന്ന ബാറ്ററീസാണ്. 1, 2, 3, 4, 5, 6 അങ്ങനെ 6 സെല്ലാണ് നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററിയിൽ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് അത് പിന്നെ എല്ലാവർക്കും അറിയാമായിരിക്കും. ആദ്യം നമ്മുടെ വാഹനം നമ്മൾ അഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഡിസ്മാൻറ്റിൽ ചെയ്യുന്ന സമയത്ത് ബാറ്ററി ഒന്ന് ഡിസ്മാൻറ്റിൽ ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ അഴിക്കേണ്ടത് നമ്മുടെ നെഗറ്റീവ് ടെർമിനലാണ് നമ്മൾ അഴിച്ചു വിടേണ്ടത്. കാരണം നെഗറ്റീവ് അഴിച്ചു കഴിഞ്ഞാൽ ബോഡിയായിട്ടുള്ള എല്ലാ കോൺടാക്ട്സും അതായത് സർക്യൂട്ടും അത് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ നെഗറ്റീവ് തന്നെയാണ് ഉരുവിടുന്നത്. അതിപ്പം ഏതൊരു വർക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ വാഹനത്തിന് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാനുള്ള ആദ്യം ബാറ്ററി ഡിസ്കണക്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ നെഗറ്റീവ് ടെർമിനലാണ് ഡിസ്കണക്ട് ചെയ്യുന്നതിൻ്റെ കാര്യം. ആദ്യം ചെയ്യുന്നത് നെഗറ്റീവ് ടെർമിനലാണ് ഡിസ്കണക്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് ഞാൻ എല്ലാവരും ഒന്ന് കാണിച്ചു തരാം. നമ്മളൊരു 10ൻ്റെ ഇതെടുക്കുകയാണ്. 10ൻ്റെ സ്പാനർ എടുക്കുന്നു. നമ്മുടെ നെഗറ്റീവ് അഴിക്കുകയാണ്. പിന്നെ പലരും ഞാൻ ഈ പറഞ്ഞ കേസ് പോലെ അതായത് മെയിനായിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുകൊണ്ട് ബാറ്ററി മാറിയതിൻ്റെ കേസ് പറയുന്നത് ഇതിൻ്റെ മെമ്മറി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മുടെ സ്പീഡോമീറ്ററിനകത്താണെങ്കിലും നമ്മുടെ സ്റ്റീരിയോയിലാണെങ്കിലും ഇതിലൊക്കെ മെമ്മറി സെറ്റ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. അതായത് ബാറ്ററി ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററിയിൽ നിന്ന് ഡിസ്കണക്ഷൻ ആയി കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറി ലോസ്റ്റ് ആകും. പക്ഷേ ആ മെമ്മറിയുടെ കാര്യം നോക്കി നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബാറ്ററിയുടെ കേസിനകത്ത് വരുന്ന ഫ്യൂസ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അഥവാ ഇനി ഫ്യൂസ് അല്ലെങ്കിൽ വേറെ ബാക്കിയുള്ള ഇലക്ട്രിക്കൽ ഡിവൈസസും കാര്യങ്ങളൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകും. കാരണം നമ്മൾ എക്സ്ട്രാ ആയിട്ട് പിടിപ്പിച്ചിരിക്കുന്ന എന്തെങ്കിലും ഡിവൈസ് കാണും നമ്മുടെ വാഹനത്തിൽ. ആ ഡിവൈസിലോട്ടുള്ള കറണ്ട് സർക്യൂട്ട്സ് എല്ലാം പെർമനൻ്റ് ആയിട്ട് ചെല്ലും. ഇതിപ്പം നമ്മുടെ വാഹനത്തിലോട്ട് പോകുന്ന മെയിൻ ലൈൻസ് എല്ലാം ഇവിടെ ഒരു ഫ്യൂസ് വരുന്നുണ്ട്. അതായത് ബാറ്ററിയുടെ അവിടെ തന്നെ നമുക്ക് മെയിൻ ഫ്യൂസ് വരുന്നുണ്ട്. ഈ ഫ്യൂസേ പോകത്തുള്ളൂ. ഏതെങ്കിലും ഒരു രീതിക്ക് ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ. പക്ഷേ നമ്മൾ അഡീഷണലായിട്ട് കൊടുത്തതും അങ്ങനെ എന്തെങ്കിലും എടുത്തൊരു ഫ്യൂസ് അല്ലെങ്കിൽ ആ ഒരു ലൈനിൽ വേറെ ഏതെങ്കിലും രീതിക്ക് കണക്ഷൻ കൂടെ വരികയാണെങ്കിൽ നമ്മുടെ വാഹനത്തിനകത്തുള്ള ബാക്കിയുള്ള വയറിങ്ങിനും പ്രശ്നം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏതൊരു ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുകയാണെങ്കിലും നമ്മുടെ നെഗറ്റീവ് നമ്മളൊന്ന് ഡിസ്കണക്ട് ചെയ്ത് വിടുക. ഞാനിപ്പോൾ ഈ കാണിച്ച പോലെ ഒന്ന് ജസ്റ്റ് ഡിസ്കണക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ പോസിറ്റീവ് നമ്മൾ ഡിസ്കണക്ട് ചെയ്യുക. നമ്മളിപ്പോൾ ഒരു ബാറ്ററി മാറാൻ വേണ്ടി ചെല്ലുന്ന സമയത്താണെങ്കിലും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ നമ്മൾ ചെയ്യണം. അവർ ചിലപ്പോൾ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് പിന്നെ സെറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർ ചിലപ്പം സ്റ്റാർട്ട് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ വെച്ച് കഴിഞ്ഞാൽ വരാൻ പോകുന്ന പ്രോബ്ലംസ് ഞാനിപ്പോൾ ഈ 2 ടെർമിനലും ഞാൻ അഴിക്കുകയാണ്. ഇത് ഇപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ല. പോസിറ്റീവ് നെഗറ്റീവ് ഞാൻ അഴിച്ചു. ഇതിങ്ങനെ അഴിച്ചതിന് ശേഷം ഈ വാഹനം സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പോസിറ്റീവിലോട്ട് നമ്മുടെ ഓൾട്ടർനേറ്ററിൽ നിന്ന് വരുന്ന കറണ്ട് വരുന്നുണ്ട്. അങ്ങനെ ആ ഒരു കറണ്ട് വന്ന് നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും രീതിക്ക് ഇത് ബോഡിയിൽ മുട്ടുമോ അങ്ങനെ ബോഡിയിലോ വല്ലതും ടച്ചായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര കെയർഫുള്ളായാലും എങ്ങാനും അങ്ങനെ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മുമ്പോട്ട് അതായത് നമ്മളിതിപ്പം പുതിയ ബാറ്ററി ഫിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എവിടെയെങ്കിലും ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് വയറിങ്ങിന് ഷോർട്ട് വരാനും ഇലക്ട്രിക്കൽ സിസ്റ്റം മുഴുവൻ ബേൺ ആകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക. ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും അത് എല്ലാവരും ഒന്ന് ചിന്തിക്കുക. കാരണം ഇതൊരു വലിയൊരു സംഭവം തന്നെയാണ്. ചെറുതാണെന്ന് നമുക്ക് ഫീൽ ചെയ്താൽ പോലും അത് മുമ്പോട്ട് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ എല്ലാവരോടൊന്ന് ഷെയർ ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മുടെ ഈ 2 8ൻ്റെ ബോൾട്ടും കൂടെ ഒന്ന് അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ട്രെയും കൂടെ അഴിച്ച് ബാറ്ററി നമുക്ക് സുഖമായിട്ട് ഊരിയെടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ അതും കൂടെ ഒന്ന് ജസ്റ്റ് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തന്നേക്കാം. അങ്ങനെ നമ്മൾ ഈ ക്ലാമ്പ് അഴിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നേരെ ബാറ്ററി പൊക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാറ്റി അടുത്ത ബാറ്ററി ഫിക്സ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത ബാറ്ററി ഇപ്പോൾ നമ്മൾ പുതിയ ബാറ്ററി വെച്ചാൽ പോലും ഇതുപോലെ വെച്ച് ആദ്യം നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത് നമ്മുടെ ക്ലാമ്പാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ആ ഹുക്കിൽ തന്നെ കൊണ്ടിട്ടുണ്ടോ നോക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ഒരു പോയിൻ്റ് മാത്രം മെയിനായിട്ട് അഴിച്ചാൽ മതി. മറ്റേ സൈഡ് ഫ്രീ ആണ്. അത് എല്ലാവർക്കും ഇപ്പോൾ കാണാൻ സാധിക്കുന്ന പോലെ ഒരു ജസ്റ്റ് സ്ലോട്ടാണ് കിടക്കുന്നത്. സ്ലോട്ടിലോട്ട് ഇടുക. ബാറ്ററി ആദ്യം ഒന്ന് ടൈറ്റ് ചെയ്യുക. ബാറ്ററി ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ ടെർമിനൽസ് ഫിറ്റ് ചെയ്യാവുള്ളൂ. അപ്പോൾ ബാറ്ററി നമുക്ക് ടൈറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ 8ൻ്റെ സ്പാനർ മതി. നമുക്ക് എളുപ്പമാണ്.
ജസ്റ്റ് ഒന്ന് കൊള്ളിച്ചല്ല, അത്യാവശ്യം നല്ല രീതിക്കാണ്. ഒരുപാട് ടൈറ്റ് ആക്കരുത് നമ്മുടെ ബാറ്ററി, അതെല്ലാവരും ശ്രദ്ധിക്കുക. കാരണം പ്ലാസ്റ്റിക്കാണ്, ഞാൻ ഈ പറഞ്ഞ പോലെ. ജസ്റ്റ് പക്ഷേ എന്നാൽ ലൂസും ആകരുത്, ടൈറ്റായിട്ട് തന്നെ ഇരിക്കാൻ വേണം. പിന്നെ നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ഒരു 95% വാഹനങ്ങളും വരുന്നത് നമ്മുടെ ആക്സിലേറ്ററിന് കേബിളല്ല വരുന്നത്, നമുക്ക് ത്രോട്ടിൽ ബോഡി, ഇലക്ട്രോണിക് ത്രോട്ടിൽ ബോഡിയാണ് വരുന്നത്. അതായത് നമുക്ക് ആക്സിലേറ്ററിൽ പണ്ട് കേബിളാണ് വന്നുകൊണ്ടിരുന്നത്, ഇപ്പം കേബിളല്ല, കുറച്ച് വയേഴ്സ് മാത്രം വരാറുള്ളൂ. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഈ ആക്സിലേറ്റർ ചവിട്ടുന്ന സമയത്ത് അത്യാവശ്യം അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം, ഒരു ബട്ടർഫ്ലൈ വാൽവാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. എത്രത്തോളം എയർ അതിനകത്തോട്ട് ഇൻടേക്ക് എടുക്കണമെന്നുള്ളത് നമ്മുടെ ആക്സിലേറ്റർ കൊടുക്കുന്നതിനനുസരിച്ചാണ് അവിടെ ചെല്ലുന്നത്. അപ്പോൾ ഇപ്പം ആക്സിലേറ്റർ കൊടുക്കുന്നതിൻ്റെ അവിടെ ഒരു മോട്ടറാണ് വരുന്നത്. അത് മീൻസ് നമ്മുടെ ആക്സിലേറ്റർ പെഡലിലല്ല, ഈ ഒരു ഭാഗത്ത് എല്ലാവർക്കും ദൈ കാണാൻ പറ്റുന്നല്ലോ, ഇതാണ് നമ്മുടെ ഇലക്ട്രോണിക് ത്രോട്ടിൽ ബോഡി എന്ന് പറയുന്ന യൂണിറ്റ്. ഈ യൂണിറ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സെൻസ് ചെയ്ത് നമ്മുടെ ആക്സിലേറ്റർ പെഡൽ എത്ര കൊടുക്കുന്നു അത്രയാണ് നമ്മുടെ ബട്ടർഫ്ലൈ വാൽവ് ഓപ്പൺ ചെയ്യിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വാഹനത്തിൻ്റെ ബാറ്ററി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം തന്നെ വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കാൻ ശ്രമിക്കരുത്. ഞാൻ ഉദ്ദേശിക്കുന്ന ഉടനെ ഒന്ന് ആക്സിലേറ്ററോ കാര്യങ്ങളൊന്നും കൊടുക്കരുത്. അതിൻ്റെ രീതിയും കൂടി ഞാനൊന്ന് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ പോസിറ്റീവ് ടെർമിനൽ ഫിറ്റ് ചെയ്യുന്നു, അത് നമ്മൾ ടൈറ്റ് ചെയ്യുന്നു. ആദ്യം പോസിറ്റീവ് ടെർമിനൽ നമ്മളൊന്ന് ടൈറ്റ് ചെയ്യുകയാണ്. അത് ലൂസോ ഒന്നും വരരുത്, എല്ലാവരും ശ്രദ്ധിക്കുക, അത് ടൈറ്റായിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ ഞാനതൊന്ന് ടൈറ്റ് ചെയ്യുകയാണ്. ഓക്കെ, നമ്മുടെ പോസിറ്റീവ് ടെർമിനൽ ടൈറ്റ് ചെയ്തത് ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ നെഗറ്റീവ് ടെർമിനൽ ഫിറ്റ് ചെയ്യുകയാണ്, അതും നമ്മൾ ടൈറ്റ് ചെയ്യണം. പക്ഷേ ടൈറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാവരും ശ്രദ്ധിക്കുക, അത് നല്ല രീതിക്ക് തന്നെ ടൈറ്റ് ആയിരിക്കണം. കാരണം ഓട്ടത്തിൽ ചാർജ് കയറുമോ അങ്ങനെ കയറാൻ വേണ്ടിയിട്ടാണ് ടൈറ്റായിട്ട് തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞ്. വേറെ ലൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലാവ് പിടിക്കാനും ചാർജ് കയറാതിരിക്കാനൊക്കെ ഉള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഈ ചെയ്തതെല്ലാം ടൈറ്റ് ആണെന്ന് കൺഫേം ആക്കുക. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മുടെ ഈ ബാറ്ററി നമുക്ക് നമ്മൾ അഴിച്ചെടുത്ത് കഴിഞ്ഞ് പുതിയ ബാറ്ററി വയ്ക്കുമ്പോൾ ചിലപ്പോൾ ഈ സ്ലോട്ട് കുറച്ച് ടൈറ്റ് ആയിരിക്കും. കാരണം ഇതിപ്പം നമ്മൾ പ്രസ് ചെയ്ത് വെച്ച് അല്ലെങ്കിൽ ടൈറ്റായിട്ട് ഇത് കുറച്ചുകൂടെ ഒന്ന് അടുത്ത് വന്നിട്ടുണ്ടായിരിക്കും. പുതിയ ബാറ്ററി വയ്ക്കുമ്പോൾ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് ഇതുപോലെ ഈ ഒരു സ്പാനറിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൂൾ വെച്ച് ഇതിൻ്റെ പുറത്തോട്ട് അടിക്കുന്നത്. അതായത് നെഗറ്റീവ് ടെർമിനലാണല്ലോ പോസിറ്റീവ് ടെർമിനലാണല്ലോ. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുതെന്ന് അതിപ്പം പിടിപ്പിക്കുന്ന ആൾക്കാർക്കെല്ലാം ചിലപ്പോൾ അറിയണമെന്നില്ല. അങ്ങനെ പിടിപ്പിച്ച് തരുന്ന ആളോട് പ്രത്യേകം നമ്മൾ പറയണം, ഒരു കാരണവശാലും ഈ സ്പാനർ കൊണ്ടോ ഹാമർ കൊണ്ടോ ഒരിക്കലും ഇതിൻ്റെ പുറത്ത് തട്ടി ഇതിനെ താഴോട്ട് ഇറക്കാൻ പാടില്ല. കാരണം അങ്ങനെ തട്ടുന്ന സമയത്ത് ഇതിനകത്ത് ബ്രേക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, ലെഡ് ചിലപ്പം പൊട്ടിപ്പോകാം, അങ്ങനെ മുമ്പോട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഇതിനകത്തുള്ള സെല്ല് ചിലപ്പം ബ്രേക്ക് ആകും. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നമുള്ളതുകൊണ്ട് ഒരു കാരണവശാലും ഇതുപോലെ ടൂൾസ് കൊണ്ട് ഇതിൻ്റെ മേളിൽ അടിക്കാൻ പാടില്ല. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ കീ ഒന്ന് ഓൺ ചെയ്യുക. ഞാനിപ്പോൾ കാണിക്കാം. കീ ഓൺ ചെയ്ത് ഓഫ് ചെയ്യുക, എന്നിട്ട് ഒന്നുകൂടെ ഓൺ ചെയ്ത് ഓഫ് ചെയ്യുക. കാരണം എന്നാന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ത്രോട്ടിൽ ബോഡിയുടെ കാലിബ്രേഷൻ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഈ വാഹനം എന്നല്ല, ഏതൊരു വാഹനം. അതുകൊണ്ടാണ് പലരും പറയുന്നൊരു കേസ്, നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി മാറിയതിന് ശേഷം വാഹനത്തിൻ്റെ വൈബ്രേഷൻ കൂടുതലുണ്ട്, പിക്കപ്പ് ലോ വന്നിട്ടുണ്ട് എന്നൊക്കെ പലരും കംപ്ലയിൻറ്റ് പറയുന്നതിൻ്റെ പ്രധാന കാരണം ഈ പറഞ്ഞൊരു പ്രശ്നം തന്നെയാണ്. നമ്മുടെ വാഹനത്തിൽ കയറി കഴിഞ്ഞാൽ കീ സിലിണ്ടറിലോട്ട് ഇട്ടു. എല്ലാവരും മീറ്ററിലോട്ടൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ കീ ഓൺ ചെയ്യാൻ പോവാണ്. നമ്മുടെ മീറ്ററിൻ്റെ ചെറുതായിട്ടൊരു അനക്കം ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു. ഒന്നുകൂടെ കീ ഫുൾ ഓഫ് ചെയ്യുക, ഒന്നുകൂടെ ഒന്ന് കീ ഓൺ ചെയ്യുക, ഒരു 2 സെക്കൻഡെങ്കിലും ഒന്ന് എടുത്ത് ഒന്നുകൂടെ ഓഫ് ചെയ്യുക, ഒന്നുകൂടെ കീ ഒന്ന് ഓൺ ചെയ്യുക, ഒന്നുകൂടെ ഒന്ന് ഓഫ് ചെയ്യുക, എന്നിട്ട് അടുത്തതിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വേറെ മിസ്സിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്നൊന്ന് ജസ്റ്റ് ഒന്ന് കൺഫേം ആക്കിയേക്കുക. ഇപ്പോൾ എല്ലാം റീസെറ്റായി പോയിട്ടുണ്ട്. നമ്മുടെ ടൈമും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്, മൈലേജും കാര്യങ്ങളൊന്നും കാണിക്കത്തില്ല. അപ്പോൾ അത് മാത്രം നമുക്കൊന്ന് തിരിച്ചൊന്ന് സെറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന പോലെ. 2 നോബും കൂടെ ഒന്നിച്ച് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് റൈറ്റിലോട്ട് തിരിക്കുക. 4 മണി 4:10 ആയിട്ടുണ്ട്. ഇപ്പം 4:10 ഞാനങ്ങ് സെറ്റ് ചെയ്തു, ലോക്ക് ചെയ്തു. യെസ്, അപ്പോൾ സമയം സെറ്റ് ചെയ്തു. ബാക്കിയുള്ള നമുക്കൊന്ന് ഓടിച്ചും കൂടെ നോക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു ബാറ്ററി മാറുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് എങ്കിലും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിലെന്തെങ്കിലും സംശയം വല്ലതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് ഇടാൻ പറ്റുന്നതാണ്. മെസ്സേജ് ഇട്ടാൽ ഉടനെല്ലാം ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നതിൽ നന്ദി, നമസ്കാരം.